അന്ന് പോയതാ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. കഴിഞ്ഞ ശനിയും ഞായറും ഒക്കെ വരുമെന്ന് കരുതി. വാശിക്കു വാശി, ആരും വിട്ടുകൊടുക്കരുത്. ഇടോ, തന്റെ ഈ നരച്ച തലയൊന്ന് കുഞ്ഞുന്ന് വെച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ഈ ഞായറാഴ്ച അവള് വരും, എനിക്കറിയാം. അതെന്ത് ഗണിതശാസ്ത്രമാണ്? അന്നുള്ള പിറന്നാളാ. വരണം. ഏതായാലും ചേട്ടത്തിന് അവിടെ വരെ ഒന്ന് പോകണം, അതാ നല്ലത്. പിറന്നാളിന് വിളിക്കാതെ അവള് വരണം. വരും സാറേ, വരും. എനിക്കറിയാം വരുമെന്ന്. ഞായറാഴ്ച ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യ ഉണ്ടാ സാർ, വാ, അവളുണ്ടാവും. Thank you. Hi. 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 Thank you. Hi. Hi. Thank you. ഡോക്ടർ മാതച്ചൻ എന്ന് പറയുന്ന കുടിച്ചിട്ട് പോയാ പോലെ ഞാൻ അങ്ങോട്ട് വരാം. പോട്ടെ, ഡിന്നർ കഴിഞ്ഞിട്ട് പോയാ മതി. വലിയ കേക്ക് വേണ്ടേ? അയ്യേ, പൈനാപ്പിൾ കേക്കാ. എല്ലാരും കൂടെ കൊടുക്കും. താങ്ക് യു. വനിതമ്മ, നമുക്ക് എന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം. വരൂന്നേ. ഏയ്, ഇതെന്റെ വല്യേട്ടനാണ്. ഹലോ. വല്യേട്ടന് റീസ അറിയില്ലേ? അറിയില്ലേ? ഇത് മഞ്ജു. ഹലോ. സിന്ധു. ഹായ്. ഇത് സുമ. ഹലോ. ആൻഡ് സുധ. സിറ്റി ഹോസ്പിറ്റലാ. എന്നാ നിങ്ങൾ സംസാരിക്കുക, ഞാനിവിടെ ഒന്നും ശരിയാവില്ല. ഞാനിവിടെ. എനിക്ക് തോന്നി നീ വരുമെന്ന്. പ്രസാദാണ്, അവളെ തൊടിക്കണം. ഞാൻ പ്രാർത്ഥിച്ചോളാം. അവള് നിന്റെ അടുത്തേക്ക് തന്നെ വരും. നീ പോയിക്കോ. ഇന്ന് മീനാക്ഷിയുടെ പിറന്നാൾ മാത്രമല്ല, നമ്മുടെ അമ്മ മരിച്ച ദിവസം കൂടെ. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഒരുത്തേക്കെങ്കിലും കൂസലുണ്ടോ നോക്കിക്കേ. ഈ 5 എണ്ണത്തിനെയും ഈ നിമിഷം കൊണ്ടുപോക്കണം. അറ്റ് ദിസ് വെരി മൂമെന്റ് ടേക്ക് അവേ ഫ്രം ഹിയർ. കുറച്ച് നാളായി ഞാൻ വാച്ച് ചെയ്യുന്നു. ഇവരുടെ പോക്ക് ശരിയല്ല. ലേറ്റ് ആയിട്ട് ഇവിടെ കയറി വന്നിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ വാൺ ചെയ്തിട്ടുണ്ട്. ഒരു ഇഷ്യൂ ആക്കണ്ടെന്ന് കരുതി പലതും ഞാൻ കണ്ടില്ലാന്ന് വെച്ചിട്ടുണ്ട്. ബട്ട് യെസ്റ്റർഡേ ഇറ്റ് വാസ് ദാറ്റ് മച്ച് എക്സ്ട്രീം. മെസ്സുകളിൽ ഇന്നലെ എന്തായിരുന്നു ബഹളം? ലെക്കും ലഗാനും ഇല്ലാതെ എന്താ അഴിഞ്ഞാട്ടായിരുന്നോ? ഇപ്പോഴൊന്നും ഓർമ്മയുണ്ടാവില്ല. എന്താ ഇവളുമാർ വിചാരിച്ചിരിക്കുന്നേ? എന്തോ ആകാമെന്നോ? അതൊക്കെ അങ്ങ് വീട്ടിൽ കൊണ്ടുപോയിക്കോ. കൊണ്ടുപോയി കുറച്ചുകൂടെ ഓമനിച്ച് വളർത്ത്. ഇവിടെ വെച്ച് വേണ്ട. ഒരക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. പലപ്പോഴും നാവ് പൊങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. തല്ലാനും ഗുണദോഷിക്കാനും ഞാൻ ആരും അല്ലല്ലോ. അങ്ങനെയൊന്നും പറയരുത്. അതൊരു കെട്ട ജന്മ. നന്നാവില്ല വാര്യർ സാറേ, നന്നാവില്ല. എനിക്കറിയാം. കുറച്ചു ദിവസം കഴിയട്ടെ, ഞാനൊന്ന് കണ്ട് സംസാരിക്കാം. ചിലപ്പോ ഒരു നല്ല വാക്കുകൊണ്ട് മനസ്സങ്ങ് മാറും. ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയാ, എന്ത് ലാളിച്ചു. ഇപ്പോഴെനിക്ക് കുതിർന്നിട്ടില്ല. കല്യാണം കഴിച്ച് അവനവന്റെ പിള്ളേരെ വളർത്തിയിരുന്നെങ്കിൽ ഈ പേര് ദോഷം വരുമായിരുന്നു. എനിക്ക് അവൾ ജീവൻ.
കുളിരും പനിയായിട്ട് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണ്ട. ഉണ്ണി വീട്ടിലോട്ട് വാ, അല്ലെങ്കിൽ വാരിഷാട്ടിന് അങ്ങോട്ട് ചെല്ല്. ഞാൻ ശിവൻകുട്ടിയെ പറഞ്ഞേച്ച് മീനാക്ഷിയെ വിളിപ്പിക്കട്ടെ. വേണ്ട. ഈ വെള്ളം അങ്ങോട്ട് കുടിച്ചാട്ടെ. ചേട്ടത്തിന്റെ ഓരോ കടുംപിടുത്തവും വാശിയും കാരണമാണ്. എന്തോന്നാ? കുന്തം. ആ മീരക്കൊച്ചിന്റെ കണ്ണീരും ദുഃഖവുമാണ്. അതായി ഇവിടെ കിടന്ന് ഉരുവുന്നത്. അന്ന് അതിനെ കൂടെ വിളിച്ച് താമസിപ്പിച്ചിരുന്നെങ്കിൽ അപ്പൊ മീനാക്ഷി മീനാക്ഷി എന്ന് പറഞ്ഞ് ചാവാൻ തുടങ്ങി. എന്നിട്ടിപ്പോ മീനാക്ഷി എവിടെ? അല്ല പിന്നെ പറയാതെ. ആ മീരക്കൊച്ചി ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് മീനാക്ഷി പറഞ്ഞത് നേരാണോ? എനിക്കറിയില്ല. ഓ, എന്നാ പോയെന്ന് അറിയരുതോ? എന്തോ ചോദിച്ചാലും കുന്തം വിഴുങ്ങി നിൽക്കും. കല്യാണക്കാര്യം ചോദിച്ചാ അവക്ക് ഇപ്പോഴും ചെവി കേക്കില്ല. പുസ്തകത്തിലോട്ട് തന്നെ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും. ഉണ്ണികൃഷ്ണനൊരു മോളുണ്ടല്ലോ, എന്താ അവളുടെ പേര്? മീനാക്ഷി. ആ കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? കല്യാണം കഴിക്കാൻ തിരക്ക് കൂട്ടേണ്ട പ്രായമൊന്നും ആയിട്ടില്ല. കല്യാണം എന്നൊക്കെ പറയുന്നൊരു യോഗമാ മോനെ. മീനാക്ഷിയെ കൂടെ കൊണ്ടുവരായിരുന്നു. ഈ വരവ് അവൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാ സമ്മതിക്കില്ലല്ലേ? അതുകൊണ്ടല്ല, മീനാക്ഷി ഒരുപാട് മാറിപ്പോയി. മീരയിൽ നിന്ന് എന്നെ അകറ്റിയത് അവളാ. ഒടുവിൽ അവള് തന്നെ എന്നെ വിട്ടു പോവുക. പെട്ടെന്ന് തനിച്ചായ മീരെ, എന്റെ കൂടെ വരാം എങ്ങോട്ടെങ്കിലും. ഉണ്ണിയോട് എനിക്ക് പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട്, സങ്കടം തോന്നിയിട്ടുണ്ട്. എത്രയോ തവണ ഉണ്ണി എന്നെ വിളിക്കാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നറിയോ? ഇപ്പൊ വളരെ വൈകിപ്പോയി ഉണ്ണി, വളരെ. മുമ്പ് ഉണ്ണിയെ പിന്തിരിപ്പിച്ച എന്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും കാരണം. സാറിനോട് ഞാൻ സംസാരിച്ചു നോക്കാം. ഉണ്ണിയെ കാണുമ്പോ അച്ഛൻ കുറ്റബോധം കൊണ്ട് കരയും. പക്ഷേ ഒരക്ഷരം. വരൂ ഉണ്ണി. രണ്ടു വർഷം മുമ്പ് പെട്ടെന്ന് തളർന്നു വീണു. 3 മാസം ബോധമില്ലാതെ കിടന്നു. പിന്നെ ഈ കിടപ്പ. സംസാരിക്കില്ല. ഉള്ളി ചിലപ്പോ തിരിച്ചറിയുന്നുണ്ടാവാം. അച്ഛാ, ഇതാരാന്ന് മനസ്സിലായോ? നമ്മുടേതൊരു വല്ലാത്ത വിധിയ. എന്നും മീനാക്ഷി അച്ഛനും നമുക്കിടയിൽ. വിടാതെ, എങ്ങോട്ടും വിടാതെ. ഈ അച്ഛനെ വിട്ട് ഞാൻ എങ്ങനെ കൂടെ വരും? ഞാൻ വന്നില്ലെന്ന് വിചാരിച്ചോളൂ. കോളേജിൽ പഠിക്കുന്നവരാന്നാ തോന്നുന്നേ. ആന്റിയും പെണ്ണിയൊന്നും കണ്ട തിരിച്ചറിയാൻ പറ്റത്തില്ല. ആരാ വഴി കാണിച്ചു കൊടുത്തേ? എപ്പോഴാ? കൊറേ നേരമായോ? പിന്നില്ലയോ? അവരൊക്കെ ഇവിടുന്ന് വരുന്ന ചേട്ടാ. എന്താ? അല്ല, വേഷവും പകിട്ടവും കണ്ട കളർ ടി വിന്ന് ഇറങ്ങി വരാനേ തോന്നൂ. ഇയാളോടെ പോവാ? ചൂണ്ടാൻ. എന്റെ ബോസ് ഇപ്പൊ എന്നോട് സംസാരിക്കാറേ ഇല്ല. സൂസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ് വരട്ടിയാ തലയൂരിയത്. ഞങ്ങൾ ഇപ്പൊ വിമൻസ് ക്ലബിന്റെ ഹോസ്റ്റലാ താമസം. താനും പോരെ. അതിനും മീനുന് നിർമ്മലാന്റെ കൂടെ താമസിച്ചു. ഹലോ, ഇങ്ങോട്ട് വാ. സകലം ബോധ്യേറ്റ് പോ. ബിജു വിട്ടോളാം, നമുക്ക് തിരിച്ചു പോവാം. മീനിന്റെ ഒരു പേടി നോക്ക്. ഞണ്ട് കറി ഉണ്ടോ? ഞണ്ടും കരിമീനും തവളക്കാലും തരാം. ഇങ്ങോട്ട് കയറി വാ.
അയ്യോ ദേ വേണ്ട കേട്ടോ, നമുക്ക് തിരിച്ചു പോവാം. വലിയ ഗമ അടിക്കുന്ന മീനിന്റെ മട്ട് മാറുന്നുണ്ടോ? ചേട്ടത്തിനെ പേടിച്ചാണെങ്കിൽ താൻ പോയിക്കോ, ഞങ്ങൾ കയറും. ട്രീസയുടെ ക്യാമറ ചലിക്കട്ടെ. എല്ലാവരും ഫ്രെയിമിൽ വേണം. അത് ബുദ്ധിമുട്ടാണ്. എന്നാ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി. അയ്യടാ, ക്യാമറ ചലിച്ചു, മുന്നോട്ട് വരട്ടെ. ഇതവിടെ ഒരു കുഴിയുണ്ട്. കുഴിയിൽ നിന്നും മോന്തയിലേക്ക് വരട്ടെ. നമുക്ക് തിരിച്ചു പോവാം. മോന്തയിൽ നിന്ന് ആടിലേക്ക് പോട്ടെ. ആടിൽ നിന്ന് ഷാപ്പിലേക്ക്, നേരെ ഷാപ്പിലേക്ക് പോട്ടെ. ഒന്ന് പെട്ടെന്ന് വേണം, കുറച്ചുകൂടി സ്പീഡിൽ വരാം. വരട്ടെ വരട്ടെ. അവിടെ നിൽക്കട്ടെ. നഗരത്തിലെ ചല്ല് ബാറല്ല ഇത്, കേരളത്തിന്റെ തനതായ ഷാപ്പാണ്. ഈ ചേട്ടനാണ് നമുക്ക് വേണ്ടി ബോർഡിലേക്ക് പോട്ടെ. ഇനി ക്യാമറ വരട്ടെ. Come on. Come on. Okay, I don't know. This is natural thing of Kerala with natural people. 1 minute. 1 minute. But naturally adulterated. Meat. ക്യാമറ ഇനി ബാക്കി ഭാഗം വെള്ളിത്തിരയിൽ. നല്ല കള്ള അടിച്ചു. ഹലോ, എവിടെന്നാ? ഇരുന്നാട്ടെ. പ്ലീസ് കം, നമുക്ക് പോവാന്നേ. ഒന്നും കഴിക്കുന്നില്ലേ? പ്ലീസ് നമുക്ക് പോവാം. പ്ലീസ് കം ഹിയർ, നമുക്ക് പോവാം. കള്ള് ഷാപ്പല്ലേ? അതേലോ, ഒരു 2 കുപ്പികൾ പോരട്ടെ. മീനാക്ഷി, എന്ത് തെമ്മാടിത്തരായി കാണിക്കണേ? കൊച്ചിനെനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ഇത് നമ്മുടെ ഉണ്ണിയുടെ മകളല്ലയോ? പെണ്ണൊരുമ്പെട്ട മുടിയത്തേ ഉള്ള മുഖത്ത് നീ കരുതേക്കും അല്ലേ? വീട്ടിലേക്ക് വരാം. വീട്ടിലേക്ക് വരാം. മീനാക്ഷി, നിനക്കൊക്കെ വേണ്ടി ഞാൻ ഇവിടെ കൊല്ലുന്നത്. എവിടെയെങ്കിലും പോയി ചത്തുതരാ. എന്റെ കണ്ണിന്റെ മുഖം കണ്ടതിനെ ചുട്ടി ചാമ്പലാക്കും.